പ്രിയമുള്ളവരെ, കേരളത്തിന്റെ വികസന യാത്രയിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണിന്ന്. വികസിത കേരളം, വികസിത ഭാരത് എന്ന ആശയത്തെ ആസ്പദമാക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കുന്ന 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഇന്നിവിടെ തുടക്കമിടുകയും ഉദ്ഘാടനം ചെയ്യുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഓരോ പ്രദേശവും ഓരോ പൗരനും ആധുനിക സൗകര്യങ്ങളും ശുദ്ധമായ പരിസ്ഥിതിയും കൂടുതൽ തൊഴിലവസരങ്ങളും കൊണ്ട് ശക്തിപ്പെടുത്തപ്പെടുന്ന ഭാരതത്തിന്റെ ഭാവിയിലേക്കുള്ള ശക്തമായ മുന്നേറ്റം കൂടിയാണിത്. Today, the Honorable Prime Minister will lay the foundation stone, inaugurate and dedicate to the nation major development projects worth 10,800 crore rupees. All these projects will significantly strengthen infrastructure and connectivity in Kerala. This is an important step towards the vision of Atmanirbhar Bharat of the Honorable Prime Minister, where every sector and every citizen is empowered with modern facilities, a clean environment and greater opportunities for employment. The projects include foundation stone laying of polypropylene unit at BPCL Kochi refinery, 50 megawatt floating solar project at West Kallada, inauguration of 6 laning of the National Highway 66 at the Karnataka-Kerala border from Talappadi to Chengala, and the Kozhikode bypass from Vengalam Junction to Ramanattukara Junction. 23 roads covering 101 kilometers under the Pradhan Mantri Gram Sadak Yojana. Redevelopment of 3 railway stations under the Amrit Bharat Station scheme, Changanasheri Railway Station, Kuttipuram Railway Station and Shornur Junction Railway Station. Dedication to the nation of electrification of the Shornur-Nilambur railway line covering 65 kilometers and flagging off of a new train service between Palakkad and Pollachi. I now humbly request the Honorable Prime Minister Shri Narendra Modi ji to kindly press the button and unveil the digital plaque signifying the laying of the foundation stone, inauguration and dedication of the various projects to the nation. ഭാരതത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രധാനമന്ത്രി ഈ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനം, ഉദ്ഘാടനം, രാഷ്ട്രത്തിന് സമർപ്പണം എന്നിവ നിർവഹിക്കുമെന്ന്. Thank you, sir. Ladies and gentlemen, let us now watch a short audio-visual presentation highlighting these important development initiatives. ഈ വികസന പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹ്രസ്വ ഓഡിയോ-വിഷ്വൽ അവതരണം കാണാം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ ഇന്ത്യ വികസനത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വികസിത ഭാരതത്തിലേക്കുള്ള ഈ യാത്ര ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ശുദ്ധമായ ഊർജം, സമഗ്ര വികസനം എന്നിവയിലൂടെ പുരോഗമിക്കുന്നു. ശ്രീ പ്രധാനമന്ത്രി ഏകദേശം 10,800 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. विकसित केरला से ही विकसित भारत का सपना पूरा होगा. इसमें केंद्र सरकार पूरी शक्ति से केरला के लोगों के साथ खड़ी है. ഈ സാഹചര്യത്തിൽ കൊച്ചി റിഫൈനറിയിൽ BPCLന്റെ 5,500 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പോളിപ്രോപ്പിലീൻ പദ്ധതിക്ക് തറക്കല്ലിടുകയാണ്. പ്രതിവർഷം 400 കിലോ ടൺ ഉൽപാദനശേഷിയുള്ള ഈ യൂണിറ്റ് 6 ഗ്രേഡ് ഹോമോ പോളിമർ ഉൽപ്പാദിപ്പിക്കും. കുറഞ്ഞ കാർബൺ ഫുട്പ്രിന്റ് യൂണിപോൾ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കി ഈ പദ്ധതി പോളിപ്രോപ്പിലിന്റെ ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുകയും കേരളത്തെ ഇന്ത്യയുടെ ഒരു പെട്രോ കെമിക്കൽ ഹബ്ബായി സ്ഥാപിക്കുകയും ചെയ്യും. പാക്കേജിംഗ്, തുണിത്തരങ്ങൾ, ഓട്ടോമൊബൈൽസ്, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ഉപയോഗിക്കുന്ന ഒരു ബഹുപയോഗ പോളിമറായ പോളിപ്രോപ്പലിൻ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഇന്ത്യൻ റെയിൽവേ അമൃത് ഭാരത് സ്റ്റേഷൻ യോജന പ്രകാരം ചങ്ങനാശ്ശേരി, കുറ്റിപ്പുറം, ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷനുകൾ പുനർവികസനം ചെയ്യുന്നു. 52 കോടി രൂപ ചെലവിൽ ഈ പുനർവികസിപ്പിച്ച സ്റ്റേഷനുകൾ റെയിൽ യാത്രക്കാർക്ക് ആധുനിക സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട പ്രവേശനക്ഷമത, മികച്ച രൂപകൽപ്പന, യാത്രക്കാർക്ക് കൂടുതൽ സുഖവും സുരക്ഷയും എന്നിവ പ്രദാനം ചെയ്യും.
ഒപ്പം തന്നെ 90 കോടി രൂപ മുതൽ മുടക്കിൽ ഷൊർണൂർ മുതൽ നിലമ്പൂർ വരെയുള്ള റെയിൽ പാതയുടെ വൈദ്യുതീകരണം വേഗതയേറിയതും വൃത്തിയുള്ളതും കൂടുതൽ കാര്യക്ഷമവുമായ സേവനങ്ങളിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. കൂടാതെ പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെയുള്ള ഒരു പുതിയ റെയിൽ സർവീസിന് പച്ചക്കൊടി കാണിച്ച് തുടക്കം കുറിക്കുകയാണ്. ഈ ട്രെയിൻ തമിഴ്നാടിനും കേരളത്തിനുമിടയിലുള്ള റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും യാത്രക്കാർക്ക് സൗകര്യപ്രദവും സുഖകരവുമായ യാത്രാനുഭവം നൽകുകയും ചെയ്യും. ഗ്രാമീണ കേരളത്തിൽ ഗ്രാമീണ വികസന മന്ത്രാലയം പ്രധാനമന്ത്രി ഗ്രാമീണ നിരത്ത് പദ്ധതിയിൻ കീഴിൽ ഏകദേശം 84 കോടി രൂപ ചെലവിൽ 23 റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ റോഡുകൾ ഗ്രാമങ്ങളെ മാർക്കറ്റുകൾ, സ്കൂളുകൾ, ആരോഗ്യ സേവനങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. കൂടാതെ സംസ്ഥാനത്തെ ഗ്രാമവികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വടക്കൻ കേരളത്തിൽ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ദേശീയപാത 66 കൽപ്പാടി ചെങ്കള ഭാഗത്തിന്റെ ഏകദേശം 39 കിലോമീറ്റർ റോഡ് 6 വരി പാതയായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. 2650 കോടിയിലധികം രൂപ നിക്ഷേപമുള്ള ഈ പദ്ധതി കാസർഗോഡ്, ബേക്കൽ, പയ്യന്നൂർ, കണ്ണൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള റോഡ് ബന്ധം മെച്ചപ്പെടുത്തുകയും അഴീക്കൽ തുറമുഖവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ഏകദേശം 2140 കോടി രൂപ ചെലവിൽ വെങ്ങലം മുതൽ രാമനാട്ടുകര വരെ ബന്ധിപ്പിക്കുന്ന കോഴിക്കോട് ബൈപ്പാസിന്റെ ഏകദേശം 29 കിലോമീറ്റർ റോഡും 6 വരി പാതയാക്കി മാറ്റി. ഇത് കനത്ത ഗതാഗതം സുഗമമാക്കാൻ സഹായിക്കും. യാത്രാ സമയം 1 മണിക്കൂറിൽ നിന്ന് കുറഞ്ഞ് 15 മുതൽ 20 മിനിറ്റ് വരെ ആയിത്തീരും. കേരളത്തിന്റെ ശുദ്ധമായ ഊർജ്ജ യാത്രയുടെ തുടർച്ചയായി വൈദ്യുതി മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ കമ്പനിയായ NHPC ലിമിറ്റഡ് കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലടയിൽ സ്ഥാപിക്കുന്ന 50 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ തറക്കല്ലിടാൻ പോവുകയാണ്. 260 കോടി രൂപയുടെ ഈ പദ്ധതി ജല ഉപരിതലങ്ങൾ ഉപയോഗിച്ച് ശുദ്ധമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഓരോ സംസ്ഥാനവും പുരോഗമിക്കണം. ആധുനിക വ്യവസായം, ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ, ഗ്രാമീണ ശാക്തീകരണം, ശുദ്ധമായ ഊർജം എന്നിവ ഒരുമിച്ച് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ പ്രചോദനം നൽകും. ഉപജീവന മാർഗങ്ങൾ കരുത്തുറ്റതാകും. കേരളം സുസ്ഥിരവും സമൃദ്ധവുമായ ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറുകയും ചെയ്യും. ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കരങ്ങളാൽ ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. Thank you. I now have the honor to respectfully invite the Honorable Prime Minister to flag off the Palakkad-Pollachi train service. That's a live streaming from Palakkad railway station, as we can see. Thank you, sir. We will also be receiving live visuals from Amrit Bharat stations. Changanasheri, Kuttipuram and Shornur Junction, which were inaugurated by our Honorable Prime Minister a short while ago. We have the live visuals from those stations, Kuttipuram, Changanasheri, Shornur Junction. We have the audience watching from Shornur, as we can see from the screen. Thank you. And now, with great respect and profound honor, I humbly invite the Honorable Prime Minister, Shri Narendra Modi ji, to deliver his address to this august gathering. ഇപ്പോൾ ഈ പ്രൗഢസദസ്സിനെ അഭിസംബോധന ചെയ്യുവാനായി ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർകളെ വിനീതമായി ക്ഷണിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.